ഒരു വൈകുന്നേരം എല്ലാവർക്കും തോന്നി ഒന്നൊരു ട്രിപ്പ് അടിച്ചാലോന്ന്. അങ്ങനെ നമുക്ക് റീസെൻ്റ്ലി വന്നിരിക്കുന്ന വീഡിയോസ് ആവട്ടെ റീൽസ് ആവട്ടെ ഒരുപാട് എല്ലാവരും ചർച്ച ചെയ്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള ചിമ്മിണി ഡാമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു തൃശ്ശൂർക്കാരിയാണെങ്കിലും നമ്മളിതൊന്നും കണ്ടിട്ടില്ല എന്നാണ് വാസ്തവം. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ കാണാത്തുണ്ടാവും. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ഒരു ഏരിയ ഉണ്ട്, ഒരു റോഡ് സൈഡ്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഡ്രീം എന്ന് പറയുന്നത്. ഞാൻ അത് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് നല്ല വൈബായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം കണ്ടിട്ടാണ് നമ്മൾ ശരിക്കും വൈബ് പിടിച്ച് അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ ഒരു മഞ്ഞിൻ്റെയും മലയുടെയും പിന്നെ ആ ഒരു കുറേ ചെടികൾ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിങ്ങനെ നിൽക്കണത് അത് കുറച്ച് നേരം നമ്മൾ കണ്ടുനിന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് കുറേ വൈബൊക്കെ പിടിച്ച് നന്നായിട്ട് സംസാരിച്ച് പിന്നെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത് കേട്ടോ ചിമ്മിണി ഡാമിലേക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്യില്ലേ, പ്ലാനിങ് ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ ഇന്ന് പോവാം അങ്ങനെ വിചാരിച്ച് പോകുന്ന ട്രിപ്പുകളാണ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളത്. അത് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത് എനിക്ക് ഒത്തിരി ഡാമേജ് അല്ലെങ്കിൽ ഒത്തിരി നടക്കാതെ പോയിട്ടേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് പോകുന്നതുകൊണ്ടായിരിക്കണം ഇതിനൊക്കെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട്സുമാണ് അപ്പോഴും പോയത്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവം കണ്ടപ്പോൾ നമ്മളത് നിർത്തി ഇതൊക്കെ ഒന്ന് കണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു പച്ചപ്പും അവിടുത്തെ ആളുകളും അവരെങ്ങനെ താമസിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അവർ ഇപ്പോൾ കണ്ടോ പിള്ളേരൊക്കെ കുളിക്കണം അവിടെ കിടന്ന്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പോകുന്നതിന് മുന്നായിട്ട് അങ്ങോട്ടേക്ക് എൻട്രി പാസ് ഉണ്ട് കേട്ടോ. എൻട്രി പാസ് എന്ന് പറയുന്നത് വണ്ടിക്കും അല്ലെങ്കിൽ നമ്മൾ ഇത്ര പേർക്കും വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മറ്റേ ആന ഇറങ്ങുന്നോ പിന്നെ ടൈഗറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നിട്ട് നമ്മൾ പോണ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അത്രയും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഇതുള്ളൊന്നും നമ്മൾ ഈ റീസെൻ്റ്ലി അവിടെ കേട്ടിട്ടൊന്നുമില്ല. അപ്പം ഇത് കാണാൻ നല്ല ഒത്തിരി ഉണ്ട് ഇത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു തവണയെങ്കിലും അവിടെ പോയി കാണാം. അപ്പം നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ. പക്ഷേ ഇതിന് അകത്തോട്ടൊന്നുമില്ല. ആ ഏരിയയിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അവിടെ നിന്നോട്ട് ഇങ്ങോട്ടേക്കൊന്നും അധികം ആൾക്കാർ താമസിക്കുന്നില്ല. പിന്നെ കാണാനാണെങ്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ തൃശ്ശൂർക്കാർ മാത്രമല്ല വരുന്നത്, ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇതുപോലെ നടന്ന് എൻട്രി പാസ്സൊക്കെ എടുത്ത് നടന്ന് ഇനി അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കണം. അവിടെയാണ് ഇത്ര സ്പോട്ട് കിടക്കണേന്നാണ് പറഞ്ഞത്. ഞാൻ ഇവരൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമൊന്നും ആയില്ല. സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല കാണാൻ വേണ്ടി പോയത്. ഞാൻ ആ ഒരു വഴി മാത്രം പ്രതീക്ഷിച്ച് പോയ ആളാണ്. അപ്പോഴേ എനിക്ക് നന്നായിട്ട് വൈബ് ഉണ്ടായിരുന്നു. ഇനി ഇതും കൂടി കണ്ടപ്പോൾ എന്താ പറയുക, എവിടെ എത്തിയ ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അതിൻ്റെ കൂടെ ഈ ഏട്ടൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ പൊളിയാണ്. എനിക്ക് ഇവരുടെ കൂടെ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവരുടെ കൂടെ പോകുന്നു. അങ്ങനെ എത്തിയ സ്പോട്ട് ഇവിടെ നിന്നേ ചെല്ലുമ്പോൾ ശരിക്കും ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, 5:30 ആയിട്ടുണ്ടാവുള്ളൂ. ശരിക്കൊരു ആ ഒരു നോക്കിയേ എന്ത് രസമാണ്. എനിക്ക് തോന്നി തൃശ്ശൂർ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടായിരുന്നു. അവർ വേറെ സ്ഥലത്തു നിന്ന് വരുന്നത്. അങ്ങനെ അവരായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഫോട്ടോ എടുത്തു, നമ്മുടെ ഫോട്ടോ അവരൊക്കെ എടുത്തു. നമ്മൾ നല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളോട് പെട്ടെന്ന് ചോദിച്ചു തൃശ്ശൂരുള്ളവരാണോ. നമ്മുടെ സംസാരം കേട്ടിട്ടായിരിക്കും. പിന്നെ വീഡിയോസൊക്കെ എടുത്ത് കുറേ സംസാരിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പിന്നെ അതിൻ്റെ ഇതിൽ തന്നെ ഡാം ഇങ്ങനെ ഉണ്ട്, ഡാമിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് കുറേ സ്പോട്ടുകളുണ്ട്. നമ്മളധികം അങ്ങോട്ട് പോയില്ല. ഇതന്നെ കുറേ അങ്ങോട്ട് അറ്റം വരെ നടന്ന് കണ്ടു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. നമ്മൾ നാട്ടിൽ വരുന്ന ഇതിനൊക്കെയാണ്. പിന്നെ തൃശ്ശൂർ കിടന്നിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ മോശമല്ലേ എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴാണ് എനിക്ക് വന്നത്. മുന്നൊന്നും എനിക്ക് ആ തോന്നലേ ഉണ്ടായിട്ടുണ്ടായില്ല. കാരണം ഇതൊക്കെ എന്തെന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട സാധനങ്ങൾ എപ്പോഴേലൊക്കെ പോയി കാണണം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ തൃശ്ശൂർ ഉണ്ടായിട്ട് ഇതുവരെ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും പോയിക്കോളൂ. അപ്പോൾ അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോട വീഴുന്ന സമയം കണ്ടില്ലേ, അപ്പം നല്ല രസമാണ് മഞ്ഞും മലയൊക്കെ ആയിട്ട് കാണാനായിട്ട്. പിന്നെ ഒരുപാട് കാണാനും നടന്ന് കാണാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്കൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം തോന്നും കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് എന്ന് പറയണതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതെല്ലാം കണ്ട് ഞങ്ങൾ തിരികെ പോകുമ്പോഴാണ് പറഞ്ഞത് മറ്റേ ഒരു സൈഡിലോട്ട് താഴെ ഇറങ്ങുമ്പോൾ ഡാമിൻ്റെ സൈഡിൽ ചെന്ന് കാണാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് പാടുണ്ട്, പിന്നെ മഴ പെയ്തിട്ട് വഴുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തില്ല. ഇവിടെ എന്ന് പറയുന്നത് ഇരുന്ന് ഊഞ്ഞാലാടാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്, പിന്നെ ഇരുന്ന് കാണാൻ പറ്റി, പിന്നെ ഡാം അടുത്ത് കാണാൻ പറ്റി, അങ്ങനത്തെ കുറച്ച് സ്പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴത്തേനും ഏകദേശം എനിക്ക് സന്ധ്യ ഒന്നും ആയിട്ടില്ല, രാത്രിയൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എത്ര പകൽ ചെന്നാലും ഇങ്ങനെ ഒരു ഇരുണ്ട് മൂടിയൊരു ഇതാണ് കേട്ടോ.